അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 4ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 6ാമത്തെ പാഠം അദ്ദർസു സാദിസ് അഫ്ളലുൽ അഅമാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇല പൊഴിയുന്ന കാലമായിരുന്നു അത്. അവിടുന്ന് 2 മരങ്ങളുടെ കൊമ്പുകൾ പിടിച്ചു കുലുക്കി. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു വീണു. കൂടെ ഉണ്ടായിരുന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ഈ മരക്കൊമ്പിലെ ഇലകൾ കൊഴിഞ്ഞതുപോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. ഹദീസ് വായിച്ച് ഇസ്മായിൽ നിവർന്നിരുന്നു. ആവേശത്തോടെ അവൻ ഗ്രന്ഥത്തിൻ്റെ അടുത്ത പേജ് മറിച്ചു. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം തീരെ അലസത കാണിക്കാൻ പാടില്ല. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. ഭ്രാന്ത്, ബോധക്ഷയം, രോഗം എന്നിവ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടവന് നിസ്കാരം നിർബന്ധമില്ല. ഹൈളുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. നിസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണം. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, ഏത് കർമ്മമാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. ഖളാ ആയി പോയാൽ ഉടനെ വീട്ടൽ നിർബന്ധമാണ്. മസ്ജിദിൽ നിന്ന് അദാൻ മുഴങ്ങി. ഗ്രന്ഥം മടക്കി വെച്ച് ഇസ്മായിൽ മസ്ജിദിലേക്ക് നടന്നു. ഹാഫിളു അല സ്വലവാത്ത്, എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ കൃത്യനിഷ്ഠയോടെ നിർവഹിക്കുക. ഇനി അതിൻ്റെ അടിയിൽ നിങ്ങൾക്കതിൻ്റെ ചില വാക്കുകളുടെ അർത്ഥങ്ങൾ കാണാം, നിങ്ങൾ വായിക്കുക. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാദിസ് അഫ്ളലുൽ അഅമാൽ. നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. 1. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇല പൊഴിയുന്ന കാലമായിരുന്നു അത്. അവിടുന്ന് 2 മരങ്ങളുടെ കൊമ്പുകൾ പിടിച്ചു കുലുക്കി. അതിലെ ഇലകൾ കൊഴിഞ്ഞു വീണു. ഇനി 2. നംലഉൽ ഫറാ, വിട്ടഭാഗം പൂരിപ്പിക്കുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഉണ്ടായിരുന്ന ഡാഷിനോട് പറഞ്ഞു, അബൂദർ റളിയല്ലാഹു അൻഹു. 2. നിസ്കാരം ഡാഷിൻ്റെ തൂണാണ്, ദീനിൻ്റെ. 3. ബുദ്ധിയും ശുദ്ധിയും ഉള്ള എല്ലാ ഡാഷിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്, മുസ്ലിമിനും. 4. ഹൈലുകാരിക്കും ഡാഷിനും നിസ്കാരം ഹറാമാണ്, നിഫാസുകാരിക്കും. 5. നിസ്കാരം ഖളാ ആയാൽ ഡാഷ് വീട്ടൽ നിർബന്ധമാണ്, ഉടനെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. 6. നിസ്കാരം ഡാഷ് സമയത്ത് നിർവഹിക്കണം, കൃത്യ. 7. നിസ്കാരം ഖളാ ആക്കൽ ഡാഷ് പാപമാണ്, വലിയ പാപമാണ്. ഇനി 3ാമത്തെ വർക്ക് കാണാൻ അക്തുബുൽ ഫിഖ്റ, ഒരു ഗണ്ണിക എഴുതുക. 1. അഹബ്ബുൽ അമലി ഇലല്ലാഹ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി, ഏത് കർമ്മമാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം തീരെ അലസത കാണിക്കാൻ പാടില്ല. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. ഇനി അവിടെ നഖറു നക്തുബ്, വായിക്കുക, എഴുതുക. അഹബ്ബുൽ അമലി ഇലല്ലാഹി അബൂദരിൽ ഗഫാരി റളിയല്ലാഹു അൻഹു. ഇസ്മായിൽ, പ്രായപൂർത്തി, ഭ്രാന്ത്, ബോധക്ഷയം, കൊഴിഞ്ഞു വീണു, കൃത്യസമയം, കർമ്മം, മുഴങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.